ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്നത്തെ വീഡിയോ എന്നും പതിവ് പോലെ തന്നെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. ചോദ്യം ഇതാണ്: സ്വാമി 108 ദിവസത്തിനുള്ളിൽ കല്യാണത്തിൻ്റെ കാര്യം പറയാറുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അധികം കാണാനില്ലോ എന്നാണ് ചോദ്യം. അതായത് സ്വാമി വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയും കരുതാലോ, പറയുന്നുണ്ട്. കല്യാണം, അതായത് ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇത്, നമ്മൾ ഓരോരുത്തരും ഓരോ ഡോക്ടർമാരെ കണ്ടിട്ടില്ലേ? പ്രസവത്തിൻ്റെ ഒരു ഡോക്ടർ, സ്പെഷ്യലിസ്റ്റ് ചെയ്യുക, ഗൈനക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ എല്ലിനൊരു ഡോക്ടർ, തലച്ചോറിനൊരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാര്യനിവൃത്തികൾ സാധിച്ചിട്ടുള്ളത് കല്യാണമാണ്. അതായത് സന്യാസി യോഗം ഇല്ലാത്തവർക്ക് കേട്ടോ, സർവമാംഗല്യ യോഗമൊക്കെ ഉണ്ടാവണം. അതിന് കല്യാണ യോഗം ഇല്ലാത്ത ആൾക്കാരുണ്ട്, സന്യാസി യോഗം എന്നൊക്കെ പറയാം. അതിന് സ്ത്രീകളായാലും പുരുഷന്മാരൊക്കെ അതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കല്ല, അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു 100% തന്നെ പറയാം. എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു ഇതെല്ലാവരുടെയും കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്, ദൈവം സഹായിച്ച്. അതിനെന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു ആളുടെ പരാതി. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അധികം കാണാനില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആദ്യം പറയാം. അതായത് ഞാൻ അതിനൊരു കാര്യം ചെയ്യാം, ഒരു വോയിസും ഞാനൊരാൾ എനിക്കിട്ട കല്യാണം കഴിഞ്ഞിട്ട് ഇട്ടിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് കൊടുത്ത മറുപടിയുടെയും ഒരു വോയിസ് ഞാനിടാം. അത് മുഴുവൻ കേട്ടാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. അതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഇട്ട് തരാം, അവരായിട്ടുള്ള ഞാൻ ചാറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. ഇനി ഈ എൻ്റെ ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ വാട്സാപ്പൊക്കെ കളഞ്ഞോട്ടാ, കല്യാണം കഴിയണത് വരെ മതി. അല്ലെങ്കിൽ പിന്നീട് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് തീരും കേട്ടോ. അപ്പോൾ ഇനി വാട്സാപ്പൊക്കെ കളഞ്ഞേക്ക്. കല്യാണം കഴിഞ്ഞ നിലയ്ക്ക് ഇനി ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ഇനി അതൊക്കെ കാണും, ഇവിടുന്ന് മെസ്സേജ് ഇട്ടോ അവിടുന്ന് മെസ്സേജൊക്കെ ഇടുമ്പോൾ അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോൾ നീ എന്നെ ചാത്തനെ സേവിച്ചിട്ടല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ള സംസാരങ്ങളൊക്കെ വരും. അതായത് ലാലൂർ ദേവസ്ഥാനത്ത് കല്യാണം കഴിഞ്ഞാൽ ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട്, അതായത് എവിടെയും കല്യാണം നടക്കാണ്ടാണല്ലോ ലാലൂർ ദേവസ്ഥാനത്താണ് അവസാന അഭയമായിട്ടാണ് എല്ലാവരും ലാലൂർ ദേവസ്ഥാനത്തേക്ക് എത്തുക. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പോയവരൊക്കെ അവിടെ ഇവിടെയും പല ക്ഷേത്രങ്ങളിലും പോയിട്ട് നടക്കണില്ല. അതായത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അത് കൃത്യമായിട്ട് നോക്കി പരിഹരിക്കാൻ ഇവർ തയ്യാറാവുണ്ടാവില്ല. മൂർത്തികൾക്കല്ല പ്രശ്നം. അപ്പോൾ പ്രശസ്തമായിട്ടുള്ള മൂർത്തികൾ തന്നെയാണ്, ആ മൂർത്തികൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പലയിടത്തും വിഷ്ണുമായാണ് ഇരിക്കുന്നത്. ആ വിഷ്ണുമായ തന്നെയാണ് ലാലൂർ ദേവസ്ഥാനത്ത് ഇരിക്കുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള അഡ്വൈസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പലരും പറയണതാണ്, ആദ്യം കർമ്മം ചെയ്യാൻ പൈസ കൊടുത്ത് പിന്നെ വിളിച്ചിട്ട് അവർക്ക് ഫോൺ കിട്ടുന്നില്ല. അവർക്ക് ഭയങ്കര തിരക്കായിരിക്കും. അമ്പലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ടേ. ഇവിടുത്തെ കാര്യം തന്നെ എടുക്കാം. ആദ്യകാലത്തൊക്കെ ഞാൻ ഫോണിലൊക്കെ കൂടുതലുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ യൂട്യൂബ് ചാനൽ, ഒരാളുടെ സജഷൻ പ്രകാരമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സ്വാമിയുടെ അനുഗ്രഹം എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ വരാൻ തുടങ്ങി. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ നിൽക്കാനിരിക്കാനും നേരില്ല. അതുപോലെ തന്നെ പണ്ടൊക്കെ ഇവിടെ ക്ഷേത്രത്തിലെ ആൾക്കാർ വന്നിരുന്നില്ല, ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ ആത്മസംതൃപ്തിക്ക് ഞാൻ ചെയ്യുന്ന ഒരു കർമ്മമായിട്ടാണ് ഞാൻ തന്നെ കണ്ടിരുന്നത്. അതിൽ നിന്ന് യൂട്യൂബ് ഇതിലേക്ക് വന്ന് അറിഞ്ഞ് കേട്ടറിവാണല്ലോ ഏറ്റവും പ്രധാനം. അങ്ങനെ കേട്ടറിഞ്ഞ് വന്നിട്ടാണ് എന്നോടൊരു പ്രധാന വ്യക്തി എന്നോട് പറയുന്നത്, യൂട്യൂബിൽ ഇത് ഇട്, സ്വാമിയുടെ അനുഗ്രഹം അവർക്കും കൂടി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്നും കാലത്ത് ഇടാൻ തുടങ്ങിയത്, ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ. അതിനുശേഷമാണ് ഒരാളുടെ ഒരു മധുസൂദൻ എന്ന് പറഞ്ഞിട്ട് സൗദിയിലുള്ള ഒരാളുടെയാണ് നമ്മളെ ഇപ്പോൾ ഇന്ന് കേൾക്കുന്ന പാട്ട്. അദ്ദേഹം നൽകിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് ഇപ്പോൾ ലാലൂർ ദേവസ്ഥാന മൂർത്തികൾ എന്നുള്ള ആ പാട്ട്, ഈ പാട്ട് മനസ്സിലായോ?
അപ്പോൾ ഈ പാട്ട് അതിനുശേഷമാണ് ഇങ്ങനെ ആൾക്കാർ വിളിച്ചിട്ട് കിട്ടാണ്ടായി തുടങ്ങിയപ്പോൾ വാട്സാപ്പിൽ മനസ്സിലായി അവർക്ക് തിരക്കായിരിക്കും, തിരുമേനിനെ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ പോറ്റീനെ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ ആ ശാന്തിക്കാരനെ വിളിച്ചാൽ എളുപ്പമല്ല, പൂജ സമയത്തൊന്നും ഫോൺ എടുക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, പലരും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഈ വരാൻ തുടങ്ങിയപ്പോഴാണ് പലരുടെയും സഹായത്തോണ്ട് വന്നാൽ അവർക്കൊന്ന് ഇരിക്കാനും അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ഇരുന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, കണ്ടില്ലേ, ഇവിടെ ഇരുന്നൊന്ന് സംസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ കഴിഞ്ഞ് ഉഷപ്പൂജ ഏകദേശം 8:30ക്കാണ് കഴിയുക. ഈ 8:30 നോക്കിയിട്ട് പലരും ഇവിടെ വന്നിട്ടുണ്ടാവും, കാത്തിക്കുണ്ടാവും സ്വാമീനെ തൊഴാൻ. ആ ദീപാരാധന തൊഴുത്, അപ്പോൾ തൊഴുത് കഴിഞ്ഞ് നമ്മളൊന്ന് കാണണമെന്ന ഒരു ആഗ്രഹം ഉണ്ട്, നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. ആ സംസാരിച്ചൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളല്ലേ. ആ വരുന്നവരോട് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ കേൾക്കുന്നത് സ്വാമിയുടെ അടുത്ത് പറയുന്നതിന് തുല്യമായിട്ടാണ് അവരും കാണുന്നത്. നമ്മൾ കേൾക്കുന്ന അതേ കാര്യം തന്നെ അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് സ്വാമിയുടെ അടുത്ത് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടാവും, അവർ ഒരുപാട് സമയം ഇരിക്കും. അല്ലാണ്ട് ഇവിടെ ഒരു കൂലി വാങ്ങിച്ചിട്ടല്ലല്ലോ, ഒരു ഫീസ് വാങ്ങിച്ചിട്ട് ഇത്ര സമയം 5 മിനിറ്റ് ഒരാൾക്ക്, അങ്ങനെയല്ല. ഇവിടെ വരുന്നവർക്ക് അറിയാം, വന്നിട്ടുള്ളവർക്കും അറിയാം. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതായത് ഞാൻ ഒരാളോടും അങ്ങനെയുള്ള ഒരു ഇതില്ല, സംസാരം അവസാനിപ്പിക്കില്ല. അല്ലെങ്കിൽ എല്ലാവരും പറയുമല്ലോ, ഞാനൊരു ആദ്യകാലങ്ങളൊക്കെ ജ്യോതിഷെടുത്ത് പോകുമ്പോഴേക്കും ആൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ശരി കേട്ടോ നമസ്കാരം. അതായത് ആളെ പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്ത് ഒരുപാട് പേര് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സംസാരം അവസാനിപ്പിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാർട്ടി വന്നു, എറണാകുളത്ത് നിന്ന് ഒരു പാർട്ടി വന്നു. അവർ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തിരുവനന്തപുരത്തുള്ള പാർട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതകളായി തുടങ്ങി. അതായത് അവർക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ഉണ്ട്, അവർ പുലർച്ചയ്ക്കുള്ള ട്രെയിൻ വന്ന് ഇരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം വന്നവർക്കല്ല പരിഗണന, അങ്ങനെയൊക്കെയുള്ള ഒരു അസ്വസ്ഥതകൾ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്കൊന്ന് അവരൊന്ന് പറഞ്ഞ് അവർക്ക് എന്താണെന്ന് നോക്കാം. ഇവർ വന്നാലും 3 മണിക്കൂർ 4 മണിക്കൂർ തന്നെ ഇരിക്കുക. അപ്പോൾ വേണ്ട, അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയും അനുഭവങ്ങളുണ്ട് എന്നുള്ളത് ഇനി ആരെങ്കിലുമൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ വീഡിയോയുടെ ഭാഗമായിട്ടല്ല, എന്നാലും പിന്നെ ഞാൻ അറിയാലോ, എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ആ ഒരു കാര്യം മാത്രമല്ല പറയാം, അതിനോട് ചുറ്റുപറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വഴുതി പോവും. നമ്മളിതൊരു ഇതല്ലല്ലോ, പഠിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് പറയുന്നതല്ലല്ലോ. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ കേൾക്കുന്നവർ കേൾക്കുക. പിന്നെ ഇത് വീഡിയോ ആൾക്കാർ കണ്ട് ഇതിൽ നിന്ന് കാശുണ്ടാക്കാനൊന്നുമില്ല. 1 രൂപ യൂട്യൂബിൽ നിന്ന് കാര്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടുമില്ല, അതിനുള്ള കാര്യങ്ങൾ ശ്രമിച്ചിട്ടുമില്ല. അതാണ് സത്യം. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ, അത് വീഡിയോ വൈറലാക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. കാര്യങ്ങൾ നടന്നവർ മുഴുവൻ കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴൊക്കെ ഒരു കുറച്ചൊക്കെ ലൈക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോകളൊക്കെ കുറച്ച് പേർക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അതായത് കല്യാണം കഴിഞ്ഞു എന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറയാണ്, സ്വാമി എൻ്റെ കല്യാണം ഇന്നായിരുന്നു, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടെല്ലാം മംഗളകരമായി അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, ആണായാലും പെണ്ണായാലും, നിങ്ങൾ ഇനി ഈ വാട്സാപ്പ് ഉപേക്ഷിക്കുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലാണ്ട് അത് പേര് മാറ്റിയിടുക അല്ലെങ്കിൽ അത് ക്ലിയർ ലിസ്റ്റ് കൊടുക്കാമെന്നൊന്നല്ല. നിങ്ങൾ യാതൊരു കാരണവശാലും ഈ നമ്പർ പിന്നെ ഉപയോഗിക്കാതിരിക്കുക, അത് ഡെലിറ്റ് ചെയ്ത് തന്നെ കളയുക. ആ വാട്സപ്പ് തന്നെ ഡെലിറ്റ് ചെയ്ത് കളയുക, ക്ലിയർ ലിസ്റ്റൊക്കെ കൊടുത്ത് ഡെലിറ്റ് ചെയ്ത് കളയുക. പിന്നെ ഇവരെ എല്ലാവരും ഒരു ദിവസമായിട്ട് ബന്ധപ്പെടാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ബന്ധപ്പെടണോ, നമ്പർ അറിയാമല്ലോ, യൂട്യൂബിൽ നോക്കിയാൽ നമ്പർ അറിയാം. നേരിട്ട് നമ്പറിൽ നിന്ന് വിളിച്ചോളൂ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ചാത്തൻ്റെ അനുഗ്രഹം, ലാലൂര് ചാത്തൻ്റെ അനുഗ്രഹം കൊണ്ട് കല്യാണം നടന്നിട്ട് ആ കല്യാണം നടന്നതിന് ശേഷം ലാലൂര് ചാത്തൻ്റെ പേര് മുഖേന തന്നെ അത് അലസി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ മനോവിഷമം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഡിലീറ്റ് ചെയ്യാൻ പറയണത്. അല്ലാണ്ട് നിങ്ങളായിട്ട് ബന്ധം ഉപേക്ഷിച്ചു എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അതായത് പലർക്കും ഇന്നലെ ഞാനൊരു മെസ്സേജ് ഇട്ടു, ആ മെസ്സേജിനെ അടിസ്ഥാനമായിട്ട് ഒരുപാട് പേര് കമൻറ്റുകൾ ചെയ്തു. വാട്സാപ്പിൽ ഇട്ട മെസ്സേജ് ഇതായിരുന്നു, നാളെ മിഥുനമാസം മലയാളം 1 മലയാളം. അപ്പോൾ അതിനപ്പോൾ വേറൊരു മലയാളം 1-ാം തീയതിയാണ്. മലയാളം 1 എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു. ഈ ഓർമ്മിപ്പിക്കാണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നപ്പോൾ അതിനുള്ളൊരു വോയിസ് ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ചെറുപ്പകാലത്ത് നാളെ മലയാളം 1 രമേശേ
നീ ഒരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് അവരുടെ വീട്ടിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് ഒന്നും ഓടി കാലത്തൊന്നും ചെന്ന് കയറില്ല കേട്ടാ, പിന്നെ അത് മതി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരാണ് ഒന്നാം തീയതി കയറിയെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയായാലും അത് എൻ്റെ എൻ്റെ ഫാമിലി ആയാലും അത് പണ്ട് കാലത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലും ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ പോലും അവിടെയും പറയണേക്കാം, എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ആ മാസം ഉണ്ടായ മലയാള മാസത്തിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായി അപ്പോൾ പറയും ആരാണ് ആ ഒന്നാം തീയതി കയറിയേ എന്നുള്ളത് ഒന്ന് ഒരു സൂചന. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ എൻ്റെ ഞങ്ങൾക്ക് ഒരു സിറ്റിയാണല്ലോ ഇവിടെ, എൻ്റെ തൊട്ട മതിലല്ല ചുമര് എന്ന് തന്നെ പറയാം. അവിടുത്തെ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയൊക്കെ ഇപ്പോൾ മരിച്ചു കേട്ടോ. ഞങ്ങളൊക്കെ ഒരുപാട് ഞാൻ ആ അമ്മൂമ്മേനൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനാണ്. ആ അമ്മൂമ്മ കാലത്ത് ഒന്നാം തീയതി കാലത്ത് എഴുന്നേറ്റ് കുളിച്ച്, ഞങ്ങളുടെ വീടൊരു ഒരു 30 അടി ഉള്ളിലേക്കാണ്, ഒരു ചെറിയൊരു ഇടവഴിയാണ്. ഇടവഴിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു മെയിൻ റോഡാണ്. അത് അമ്പലത്തിലേക്കാണ്. തൃക്കുമാരകുളം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, തൃക്കുമാരകുളം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അപ്പോൾ കാലത്ത് ഒന്നാം തീയതി ആകുമ്പോൾ അന്നൊക്കെ തൊഴാൻ പോയി. ഇന്നൊന്നും അങ്ങനത്തെ പതിവില്ല. ഒന്നാം തീയതി തൊഴാൻ പോകുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരല്ലെങ്കിൽ കുട്ടികളോ ആരാണ് അമ്മാമ്മയ്ക്ക് ഐശ്വര്യം തോന്നണേ ആ അമ്മൂമ്മ അവരോട് വിളിച്ച് വീട്ടിലേക്ക് ഒന്ന് ഒന്നാം തീയതി കയറിയിട്ട് പോകുമെന്ന് പറയും. അവർ വരും, അവർക്കൊരു ചായ എന്താണ് കൊടുക്കും. അതാണ് അവരുടെ രീതി. അതായത് ഒന്നാം തീയതിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. മലയാള മാസം ഒന്നാം തീയതിക്കൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടുള്ളൊരു മെസ്സേജ് അപ്പോൾ അതാണ്. അപ്പം ഞാൻ കണ്ട അയ്യോ അപ്പോഴും ഞാൻ തെറ്റിപ്പോയി, വഴിമാറിപ്പോയി, പറഞ്ഞ വിഷയത്തിലേക്കല്ല വന്നത്. അപ്പോൾ ഈ ലാലൂര് ചാത്തൻ്റെ മുഖേന കല്യാണം നടന്നു കഴിഞ്ഞിട്ട് ഈ വാട്സാപ്പിൽ ലാലൂര് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റിമേഷൻ വരും, നിങ്ങളുടെ നാള് പേര് ഇടാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ഒരു മെസ്സേജ് വരും. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഇത് ആരുടെ നമ്പറാന്ന് വിചാരിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് ഒന്നെടുത്ത് നോക്കുമ്പോൾ ലാലൂര് ചാത്തൻ, ഇത് കരിങ്കുട്ടി സ്വാമിയാണല്ലോ, ഇത് വിഷ്ണുമായാണല്ലോ, അപ്പം നീ എന്നെ ചാത്തനെ സേവിച്ചിട്ടാണോ നീ എന്നെ കല്യാണം കഴിച്ചത്, നീ എന്നെ മയക്കി എടുത്തതല്ലേ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ. ഇപ്പോഴല്ല, കുറച്ച് കാലം കഴിയുമ്പോൾ, പുതുമോളിയിലൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ അത് കിടക്കണ്ടാവും. ആ ഉള്ളിൽ കിടന്ന് അത് വർക്കൗട്ട് ചെയ്യും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. നീ എന്നെ ഒന്നും നിനക്ക് യോജിച്ചതല്ല, നീ എന്നല്ല എനിക്ക് വേറെ നല്ല ആലോചനകളൊക്കെ വന്നതാ, അതൊക്കെ തട്ടി തെറിപ്പിച്ച് കളഞ്ഞു, നിനക്ക് ഇതായിരുന്നു അല്ലേ പണി, ചാത്തനെ സേവിച്ചിട്ടാണല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പലർക്കും നേരത്തെ ഒരു കാര്യം വന്നില്ല, ഒന്നാം തീയതി കാര്യം, അതിലേക്കാണ് വന്നത്. അപ്പം ഈ ഒരു കാര്യം പറയാൻ വന്നപ്പോഴാണ് ആ ഒന്നാം തീയതി കാര്യം അത് വന്നു അങ്ങനെ മിസ്സായി പോയത്. അതായത് പലർക്കും ചാത്തൻ മുഖേന കാര്യങ്ങൾ നടക്കുന്നവർക്കൊന്നും ചാത്തൻ്റെ പേരിലാന്ന് പറയാൻ വിഷമമാണ്. അപ്പം അതിലൊരു ക്വസ്റ്റ്യൻ വന്നാണ്, ഗുരുവായൂർ പോകുന്നുണ്ട്, മറ്റോടത്ത് പോകുന്നുണ്ട്, മറിച്ചോടത്ത് പോകുന്നുണ്ട്, സെൽഫി ഇടുന്നുണ്ട്, അതൊക്കെ ഇടുന്നുണ്ട്. വിഷ്ണുമായുടെ അടുത്ത് പോകണമെങ്കിൽ, കരിങ്കുട്ടി സ്വാമിയുടെ അടുത്ത് പോകണമെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്, മടിയാണ്, പറയാൻ വിഷമമാണ്, അവർക്ക് എന്തോ ഒരു അഭിമാനക്കുറവ് പോലെയാണെന്നൊക്കെ ഒരാൾ എനിക്ക് കമൻ്റ് ഇട്ട് തന്നു. അതൊക്കെ ആ പ്രവണത തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, തിരുമേനി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അതൊന്നും സാരില്ല, അതൊക്കെ വിട്ട് കളയാ, നമുക്കതൊന്നുമില്ല. സംഗതി ശരിയാണ്, ആള് പറഞ്ഞത് ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ഞാനല്ല ഇടേണ്ടത്. ശരിക്ക് കാര്യങ്ങൾ നടന്ന വ്യക്തികളാണ് അവരുടെ യൂട്യൂബോ ഇപ്പൊ മൾട്ടിമീഡിയ ആണല്ലോ മുഴുവൻ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അതായത് എനിക്കിതിലൊക്കെ കുറേ ലൈക്കുകളൊക്കെ വരണ കാണാം. ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതൊന്നും, അത് തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ഫേസ്ബുക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ഞാനതൊന്നും കാണാറുമില്ല. വല്ലൊരു ലൈക്ക് അടിച്ചൊന്നും വല്ല ഇൻറ്റിമേഷൻ വരുമ്പോൾ ഒന്ന് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വിടുന്നല്ലാണ്ട്, നന്ദി പറയുന്നല്ലാണ്ട് ഞാൻ ഇതൊന്നും കാണാറില്ല. അപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല, അല്ലാണ്ട് അതിനോട് എതിരാന്നല്ല പറയണം. അതാണല്ലോ സോഷ്യൽ മീഡിയ ആണ് ലാലൂര് ദേവസ്ഥാനം ഇപ്പം ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു ഇതായത്. ഇന്നലെ ഒരു വ്യക്തി പറഞ്ഞു, സ്വാമി അത് അങ്ങനെ പറയല്ലേ സ്വാമിയുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നോട് അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, മറ്റവർ വിളിച്ചു പറഞ്ഞു, അവർക്ക് നമ്പർ ചോദിച്ചു, ഇവർ നമ്പർ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയനെ ഞാൻ പറയില്ല, എനിക്ക് സമയം കിട്ടാറില്ല നോക്കാനൊന്നും. അപ്പോൾ അതിലൊന്നും വല്ല കമൻറ്റ് ഇട്ടിട്ട് മറുപടി കിട്ടാത്തതിൽ എന്നോട് വിഷമം തോന്നരുതെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ വഴിമാറിപ്പോയി. അപ്പോൾ പലർക്കും വിഷ്ണുമായ എന്ന് പറഞ്ഞൊരു പേടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഇനി അഭിമാനം എന്താണെന്ന് എനിക്കറിയില്ല. കാര്യം നടക്കാൻ വിഷ്ണുമായ, കാര്യം കഴിഞ്ഞാൽ മറ്റു നാരായണ, അത്രയേ ഉള്ളൂ. അപ്പം അതല്ല, അതിലൊന്നും എനിക്ക് വിരോധങ്ങളില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ, അവരുടെ ജീവിത പ്രവർത്തിയാണ്. അതിനെ മുൻതൂക്കം കൊടുത്തിട്ടാണ് ഞാൻ പറയാറുള്ളത്. ലാലൂര് ദേവസ്ഥാന മൂർത്തികൾ മുഖേന കല്യാണം നടന്നാൽ ആരും ഇത് നിങ്ങൾ
ഈ ബന്ധം ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ഞാൻ ലാലൊരു ചാത്തൻ മുഖേന കാര്യം നടത്തിയിട്ട് ലാലൊരു ചാത്തൻ മുഖേന അത് അലസിപ്പിരിയാൻ പാടില്ലല്ലോ. പിന്നെയും അത് തന്നെ വരും, സ്വാമി അവർ പോയി അതിന് വശം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ സാരില്ല, അതൊന്നും വെട്ടി കളയുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറയാം. അതുകൊണ്ടാണ് പറഞ്ഞു വന്ന ചോദ്യത്തിനുള്ള ഇപ്പോഴാണ് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുന്നത്. നീട്ടിക്കൊണ്ടായതല്ല, ഞാൻ പറയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലാണല്ലോ അത് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ടാണ് ലാലൂര് ദേവസ്ഥാന കല്യാണത്തിനെ കുറിച്ച് ആരും സ്റ്റേറ്റ്മെൻറ്റുകൾ കുറവ്. എന്നാലും ഉണ്ട്, ഒരു രമേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ധൈര്യം കാണിച്ചതാണ്. ആൾക്കത്ര 46, 56, 48 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം ഒരിക്കലും നടക്കാണ്ട് കാശൊക്കെ കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം എന്നൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ പേരിലാണോന്ന് അറിയില്ല. ആളെ കല്യാണം കഴിഞ്ഞ വഴിക്ക് ആൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ ആ വിഷയം വിട്ടെ. ഇനി കല്യാണത്തിലേക്ക് വരാം. ഇവിടെ 108 ദിവസമാണ്. നിങ്ങൾ ലാലൂര് ദേവസ്ഥാനത്ത് വന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തയ്യാറായി നമ്മൾ തമ്മിലൊരു കാര്യങ്ങളിലേക്ക് കടന്നാൽ, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലല്ലേ ഞാനിത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വഴിപാടുകളുണ്ട്. പല ക്ഷേത്രങ്ങളിലേക്കായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം, പലതും ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലാണ്, അത് ചെയ്യാൻ സാധിച്ച് നിങ്ങൾ ഓക്കെ പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് ആദ്യത്തെ നിവേദ്യകലശമാണ് ഇവിടുത്തെ പ്രധാനം. നിവേദ്യകലശം തുടങ്ങി 108ാമത്തെ ദിവസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പുറത്ത് ക്ഷേത്രങ്ങളിലെ ചിലവല്ല, അതായത് കല്യാണത്തിന് ചിലവുണ്ട്. നിവേദ്യകലശത്തിന് തന്നെ അത്യാവശ്യം നല്ലൊരു തുകയുണ്ട്. ഞാൻ പറയാറില്ലേ, ഇപ്പോൾ 36,000 ആയിരുന്നു ബില്ല്. ഇപ്പം അത് കൂടി ഇന്നലെ വെളിച്ചെണ്ണ 400 രൂപയെന്ന് പറയണ കേട്ടു. അതായത് അമാവാസ്യല്ലേ, വെളിച്ചെണ്ണയ്ക്ക് നേരത്തെ വാങ്ങിച്ചു വെച്ചോ, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി എന്നൊക്കെ പറയണ കേട്ടു. അമാവാസ്യക്ക് മുൻപ് 400 രൂപയെന്ന് പറയണേ. അതായത് ഡബിള് റേറ്റ് കയറിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിവേദ്യ പൂജയ്ക്ക് പൈസ ഇവിടെ ഒന്നിനും വേറെ പ്രത്യേകിച്ച് പൈസകളൊന്നും വാങ്ങിക്കില്ല. സാധനങ്ങളുടെ പൈസ മാത്രമാണ് വാങ്ങിക്കുന്നത്, ബില്ല്. അതായത് നിവേദ്യ കലശത്തിന് ഇത്ര രൂപ, ഇന്ന സാധനങ്ങൾ, വാഴല, പഴം, കദളിപ്പഴമൊക്കെ ഒരു കൊലയൊക്കെ വേണം. ഒരു കൊല കദളിപ്പഴത്തിന് ഇപ്പോൾ ഒരു പഴത്തിന് എണ്ണത്തിനാണ്, തൂക്കത്തിനല്ല. അതും കിട്ടാനില്ല, ബുക്ക് ചെയ്തിടണം. അമാവാസിക്കൊക്കെ ഞാൻ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് വെളിച്ചെണ്ണ, നാളികേരം, ബ്രാൻഡി, കള്ള്, വെറ്റില, അടയ്ക്ക, മുറുക്കാൻ, വാഴല, പിന്നെന്തിട്ടാ പൂജാ സാധനങ്ങൾ ഒരുപാടുണ്ട് കർമ്മങ്ങൾക്ക്. അതുപോലെ തന്നെ കായ, പയറ്, കടല, അങ്ങനെയൊക്കെ ഒരുപാട് ഏകദേശം 85ഓളം ഐറ്റങ്ങളുണ്ട്. ഈ 85ഓളം ഐറ്റങ്ങളൊക്കെ പല സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. ഇതൊന്നും കൂടി പറയണമെന്നുള്ളൂ. പല സ്ഥലങ്ങളിൽ കിടക്കുന്ന സാധനങ്ങൾ ഒരു കൂട്ടിയിട്ട് കൊണ്ടുവന്ന്, അതായത് ഇതൊക്കെ കളക്ട് ചെയ്യാൻ 2 ദിവസം പിടിക്കും. ഈ 2 ദിവസം പിടിച്ചിട്ട് ഈ കളക്ട് ചെയ്തിട്ടുള്ള ഈ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് ഒരു 3-4 പേരുടെ, ഇവിടെ ആരും ശമ്പളക്കാരില്ല. ഇവിടെ ഞാൻ പറയാറുണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്താണ് അവർ ലീവ് എടുത്തിട്ടാണ് വരുന്നത്. പലരും പല മേഖലകളിൽ പണിയെടുക്കുന്നതാണ്. 3-4 പേരുടെ എഫേർട്ട് കൊണ്ട് 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് നിവേദ്യ കലശം. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം 30,000 രൂപയായിരുന്നു, പിന്നെ 32,000 രൂപയായി, 36,000, 40,000, ഇപ്പം 50,000 രൂപ വേണം. ഈ അമാവാസി പൂജയ്ക്ക് 50,000 രൂപയാണ് ചിലവ്, ബില്ല് ഏകദേശം വരിക. നിങ്ങൾ വിചാരിക്കുന്നത് നിസ്സാരതല്ല, അവർ പൂവെടുത്ത് പൂജിക്കണതല്ല കർമ്മങ്ങൾ. ഈ അമാവാസി പൂജ എന്ന് പറഞ്ഞാൽ നെറ്റ് 50,000 രൂപയുടെ സാധനങ്ങൾ വേണം, മനസ്സിലായ? ബില്ല് മറ്റുള്ള ദക്ഷിണ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, ദക്ഷിണ ചോദിച്ച് വാങ്ങിക്കാനുള്ളതല്ല. ചോദിച്ച് വാങ്ങിച്ചാൽ അത് കൂലിക്ക് പണിയുന്നതല്ലല്ലോ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണതല്ലേ കർമ്മങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ നിവേദ്യ കലശം, അത് കഴിഞ്ഞിട്ട് ഹോമങ്ങളുണ്ട്, ഗണപതി ഹോമമുണ്ട്. ഗണപതി ഹോമം മതിയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ഗണപതിക്ക് 18 ദിവസം നാരങ്ങമാല ചാർത്തണം. അങ്ങനെയുള്ള കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 1,00,000 രൂപ എന്നെ കാണണം ഈ കർമ്മം ചെയ്ത് അവസാനിക്കണമെങ്കിൽ. ഇതിൽ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ചെയ്യുന്ന പൂജയുടെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ മൂർത്തിക്ക് നിവേദ്യ കലശം കൊടുത്തു. അത് എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണേ. എന്നിട്ട് ഞാനത് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് അതായത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വേറൊരു ഫാമിലി മുഖേന കല്യാണം വേറൊരു ഫാമിലിയുടെ കല്യാണം, ഒരു കുടുംബത്തിലൊരു അച്ഛനമ്മയും വന്നു, അവരുടെ മകൻ്റെ കല്യാണം നടക്കാണ്ടിരുന്നിട്ട് നടന്നു കൊടുത്തു. അവർ മുഖേന വേറൊരാൾ വന്നു. അവർ പറയണത് ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കി എന്ന് പറഞ്ഞത്.
അപ്പം എന്നിട്ട് നമ്മൾ ഇവിടുത്തെ കർമ്മം പറഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, വിശ്വാസക്കുറവ് ഉണ്ടാവുക. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും തന്നെ കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇരുന്ന് ഓരോന്ന് പറയും എന്നുള്ള ചിന്താഗതികളാണ്. ലാലൊരു ദിവസത്തെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഇവിടെ 101% ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് കല്യാണത്തിൻ്റെ കാര്യം ചെയ്യുള്ളൂ. 108 ദിവസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ അവർ മറ്റു ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന വഴിപാടിന് കൊടുക്കുന്ന പൈസ ഒന്നും എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. ലാലൊരു ദിവസത്തെ നൈവേദ്യ കലശം കൊടുത്തിട്ടുള്ള ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. അതായത് എൻ്റെ മൂർത്തികൾക്കാണ് ഞാൻ നൈവേദ്യം കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ പുണ്യം എനിക്കുണ്ടാവും. ഞാൻ നിത്യം നൈവേദ്യം കൊടുക്കുമ്പോൾ അതിൻ്റെ ആത്മചൈതന്യം എനിക്കാണ് വർദ്ധിക്കുക. എന്നിട്ട് ആ ഒരു എൻ്റെ മൂർത്തികളോട് ഞാൻ പറഞ്ഞിട്ട് എന്നെ ആളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ആ മൂർത്തിക്ക് അത് നടത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ചെലവാശി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കും. സംഗതി ഞാൻ ഉള്ള ആളൊന്നല്ല കേട്ടാ, ഞാൻ 1 രൂപയില്ല, എൻ്റെ അക്കൗണ്ടിൽ ഒന്നും ഇപ്പോൾ 0 ബാലൻസ് ആയിട്ട് നിൽക്കണേ. ഞാൻ ഇത്തിരി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ 0 ബാലൻസ് ആണെന്ന്. 0 ബാലൻസ് എന്ന് പറഞ്ഞാൽ 0 ബാലൻസ് ആണ്. അത്രയ്ക്കും ഇതായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇവിടെ ഇതല്ല, എന്ത് തല പോയാലും മാനം കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ മാനം കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാശ് ഞാൻ ഇവിടെ നൈവേദ്യങ്ങൾ കൊടുത്തിട്ടില്ല കേട്ടോ. അല്ലാണ്ട് ദക്ഷിണ കൊടുത്തു അല്ലെങ്കിൽ അവിടെ അമ്പലത്തിൽ വഴിപാട് ചെയ്തു അതിൻ്റെ അല്ല. അല്ലാത്ത ഇവിടെ ചെയ്തിട്ടുള്ള ആ പൈസ ഞാൻ തിരിച്ചു 101% അത് തിരിച്ചു കൊടുക്കും. 108 ദിവസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ അത് കൊടുക്കും. അതായത് എൻ്റെ മൂർത്തികളോട് ഞാനൊരു നൈവേദ്യം കൊടുത്ത് സ്വാമീനെ പ്രീതിപ്പെടുത്താനാണ് ഈ നൈവേദ്യ കലശം കൊടുക്കണേ. ലാലൊരു ദിവസം മൂർത്തികൾ 5 മൂർത്തികളുണ്ട്. 5 അല്ല, കർമ്മങ്ങൾക്ക് ആദിഗുരു അടക്കം 6 മൂർത്തികളുണ്ട്. പിന്നെയും വേറെ അശ്വരുടെ ഹോമൊക്കെ ചെയ്യുമ്പോൾ ദേവി വരും, അങ്ങനത്തെ കുറേ മൂർത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നിത്യകലശത്തിലുള്ള ഈ 6-7 മൂർത്തികൾക്ക് നൈവേദ്യം കൊടുക്കുന്നത് എന്തിനാണ്? അവരെ പ്രീതിപ്പെടുത്താനാണ് അല്ലേ. സ്വാമി ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് സ്വാമീനെ വരവേറ്റ് സ്വാമിക്ക് വേണ്ടതായിട്ടുള്ള നൈവേദ്യ കലശങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്ന ആളുടെ കല്യാണം നടത്തി തരണട്ടാന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ആ കല്യാണം നടത്തിയില്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടായിരിക്കാം, സ്വാമിയുടെ ഭാഗത്തു നിന്നല്ല. ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്താണ് തെറ്റ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പൈസ തരാൻ ബാധ്യസ്ഥനാണ്, ശരിയല്ലേ? 108 ദിവസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലേ, ലാലൂര് ദേവസ്ഥാനത്ത് നൈവേദ്യ കലശം നടത്തിയ പൈസ കേട്ടോ. അല്ലാണ്ട് മറ്റുള്ളടത്ത് ഇപ്പോൾ ഗുരുവായൂർ പോകേണ്ടതായിട്ട് വരും. ചിലവരുടെ രാശി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്നറിയില്ലോ. സന്യാസി യോഗം ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മളത് ഏറ്റെടുക്കും. നമ്മൾ രാശി വെച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മൾ രാശി വയ്ക്കുക. നൈവേദ്യ കലശം കൊടുത്തിട്ട് രാശി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് കൊടുങ്ങല്ലൂരൊക്കെ ആയിരിക്കും, ചിലവർക്ക് അതിൻ്റെ ഒരു പാക്കേജാണത്. ഒരു കുറേ ഭഗവാന്മാരെ പ്രീതിപ്പെടുത്തുക. അതായത് എവിടെയൊക്കെയാണ് ദോഷങ്ങളുള്ള രാശി ചക്രത്തിൽ എവിടെയൊക്കെയാണ് ദോഷങ്ങളുള്ള ആ ദോഷങ്ങൾ പലർക്കും പല ദോഷങ്ങളല്ലേ നടക്കാണ്ട് പോകുന്നത്. ചിലപ്പോൾ സ്ത്രീ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. ഈ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പുറമെയുള്ള ക്ഷേത്രങ്ങളുണ്ടാവും. അതൊന്നും എനിക്ക് എടുത്തു തരാൻ പറ്റില്ലല്ലോ. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ 108 ദിവസമാണ് സന്യാസി യോഗം ഇല്ലെങ്കിൽ കല്യാണം. അത് ഇവിടെ നിന്ന് 100% ഗ്യാരണ്ടി തന്നെയാണ്. ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന്. മാറ്റം ഉണ്ടെങ്കിൽ ഇനി ലാലൂര് ദേവസ്ഥാനത്ത് വന്നിട്ട് കല്യാണത്തിന് വേണ്ടി ചിലവാക്കി നഷ്ടപ്പെട്ടു എന്നുള്ളത് പേരൊന്നും ലാലൂര് ദേവസ്ഥാന മൂർത്തികൾക്ക് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല. മനസ്സിലായി? ഇവിടെ നടക്കണ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. പിന്നെ ഏതെങ്കിലുമൊക്കെ നടക്കാത്തതുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എനിക്കായിരിക്കാം, ചിലപ്പോൾ ആ ചെയ്യുന്ന വ്യക്തിക്കായിരിക്കാം, ചിലപ്പോൾ പല കാര്യങ്ങളുണ്ടായിരിക്കാമല്ലോ. ഇവിടെ അങ്ങനെ നടക്കാത്ത പ്രശ്നങ്ങൾ വളരെ കുറവാണ്. ഇവിടെ വശ്യകർമ്മത്തിലാണ് 1-2 അങ്ങനെ ഒരു മിസ്സായിട്ട് കണ്ടിട്ടുള്ളത്, വശ്യകർമ്മം ചെയ്തിട്ട്. അപ്പം അത് നോക്കുമ്പോൾ അവരുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റാണ്, അവിടെ നോക്കുമ്പോൾ അവരില്ല എന്ന് പറയണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയൊരു മിസ്സിങ് ഒക്കെ ഉണ്ട്. ഞാൻ നടക്കുന്ന കർമ്മങ്ങളെ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇവിടെ കാശ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ കാശിന് വേണ്ടിയിട്ടല്ലോ കർമ്മം ചെയ്തിരിക്കണം. സ്വാമിയുടെ പേരും പ്രശസ്തി ലോകം മുഴുവൻ എത്തിക്കണം. അപ്പോൾ എന്ത് വേണം? നടക്കണ കർമ്മങ്ങൾ നടക്കണം. നമ്മൾ പറയുന്ന സ്വാമിയോട് പറയുന്ന കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ മാനം പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സ്വാമിയുടെ പേര് ദോഷം വരുത്താതിരിക്കാൻ നടക്കണ കർമ്മങ്ങൾ അതാണ്, അത് നോക്കിയിട്ട് ഞാൻ ഏറ്റെടുക്കുള്ളൂ. അങ്ങനെയുണ്ട്. അതായത് ഞാൻ ഏതൊരു സിനിമയിലൊക്കെ പറയില്ലേ, ഞാൻ ഒരു തടസ്സാണ് എന്നിട്ട് അങ്ങനെയൊക്കെ പറയില്ലേ, ഞാൻ 100. അതുപോലെയാണ് നമ്മളൊരു കാര്യം ചെയ്താൽ അത് 100% ശരിയാവണം. അപ്പം എല്ലാവർക്കും ലാലൂര് ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാത്തത്. എല്ലാവർക്കും അനുഗ്രഹം. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം,
ലാലൂർ ദേവസ്ഥാനമേ അഭയം.